ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഫ്രൂട്ട് ഷോപ്പിൽ പോയപ്പോൾ സേലം മാമ്പഴം പഴുത്തിരിക്കുന്നത് കണ്ടു കേട്ടോ. കൊതി തോന്നി ഒരു 3-4 കിലോ വാങ്ങിച്ചേ. വീട്ടിൽ കൊണ്ടുവന്ന് എത്ര കഴിച്ചിട്ടും ഇത് തീരുന്നില്ലെന്ന്. അപ്പൊ പിന്നെ ഇത് വെച്ചിട്ട് റെസിപ്പി തയ്യാറാക്കാന്ന് വിചാരിച്ചു. എന്നാലും നമുക്കൊരു മാംഗോ പുഡിംഗ് തയ്യാറാക്കി എടുത്താലോ? ഇതുണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആക്കി ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഷോർട്സ് പോയി കണ്ടാലും മതി. കുറെ അബദ്ധങ്ങൾ സംഭവിച്ച ഒരു പുഡിംഗ് ആണ് ഇത്. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ 2 മാമ്പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 മാമ്പഴത്തിന്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം ഒന്ന് പൂളി എടുത്തേ. എല്ലാം കൂടി ഒരു 1.5 കപ്പ് മാമ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂളി എടുക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പൂളി കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. 2 മാമ്പഴം എടുത്തത് കുറഞ്ഞു പോയെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഞാൻ 2 മാമ്പഴം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് മാമ്പഴത്തിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാണ്. നിങ്ങൾ അതിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ പാല് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഈ മാമ്പഴത്തിന് നല്ല മധുരമായത് കാരണം ഞാൻ ഇത്തവണ പഞ്ചസാര വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. 1/2 കപ്പ് പഞ്ചസാര തന്നെ എനിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ പഞ്ചസാരയുടെ അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ അരിഞ്ഞു വെച്ച മാമ്പഴവും പാലും പഞ്ചസാരയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടുന്ന രൂപത്തിൽ അരച്ചെടുക്കണേ. ഒരുപാട് ലൂസായിട്ടും അരച്ചെടുക്കേണ്ട, ഒരുപാട് ടൈറ്റ് ആയിട്ടും അരച്ചെടുക്കേണ്ട കേട്ടോ. ഒരു മീഡിയം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാമ്പഴം അരച്ചെടുക്കേണ്ടത്. അപ്പൊ ഞാൻ മാമ്പഴം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങൾ ഒന്നുമില്ലാതെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ കണ്ടോ, ഇതുപോലെ കഷ്ണങ്ങൾ ഒന്നും ഇല്ലാതെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പൊ നിങ്ങളും അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇത് നമുക്ക് മാറ്റി വെക്കാമേ. ഇനി ഈ പുഡിംഗ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ് ഏജന്റിനെ നമുക്ക് റെഡിയാക്കി എടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ടേ. ഈ 1/4 കപ്പ് പാലിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാമേ. പക്ഷെ ഇവിടെ എന്റെ പണി പാളി ഗൈസ്. പാലിലേക്കല്ലായിരുന്നു ഗൈസ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണ്ടേ, കോൺഫ്ലോറിലേക്ക് പാലായിരുന്നു. ഞാനിപ്പോ തിരിച്ചു ചെയ്തുകൊണ്ട് നിങ്ങളിത് കണ്ടില്ലേ, സ്പൂണിട്ട് ഇളക്കാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോൺഫ്ലോർ കട്ട കെട്ടി. കുറെ നേരത്തെ എന്റെ ശക്തമായ മൽപ്പിടുത്തത്തിന് ശേഷമാണ് കേട്ടോ ഈ കോൺഫ്ലോറും പാലും ഒന്ന് കൂട്ടായി കിട്ടിയത്. ഈ അബദ്ധം നിങ്ങൾ ഒരിക്കലും കാണിക്കില്ല. കോൺഫ്ലോർ എടുത്തതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്തായാലും അവസാനം ഞാൻ കഷ്ടപ്പെട്ട് ഇവര് രണ്ടുപേരും ഒന്ന് കൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ ഒന്നായ സ്ഥിതിക്ക് ഇവരെ കുറച്ചു നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാമേ. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മാംഗോയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാംഗോയുടെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ മാംഗോയുടെ മിക്സ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുന്ന പരുവത്തിലാണ് നമുക്ക് കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെയാണ് ഗൈസ് എൻ്റെ രണ്ടാമത്തെ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. കോൺഫ്ലോർ നിങ്ങൾ ഒഴിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തത് മിക്സ് ചെയ്തപ്പോഴത്തേന് പെട്ടെന്ന് ഇത് കട്ട കെട്ടി കേട്ടോ. ഈ കട്ട കെട്ടലാണെന്ന് തോന്നുന്നു എൻ്റെ ഈ മാംഗോ പുഡിങ്ങിൽ ഇന്ന് മുഴുവൻ സംഭവിച്ചത്. കട്ട കെട്ടിയൊന്നും എന്നെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി എടുത്ത് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. കൈവിടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടിന്യൂസ് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാമേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാംഗോയുടെ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ ആദ്യം ഒരു ബട്ടർ ഇട്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സ് നന്നായിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മോൾ ഭാഗം എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാമേ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ. ഇനിയിപ്പം ഈ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചോ അടപ്പ് വെച്ചോ അടച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിലല്ല വെക്കുന്നത്, താഴെ വെച്ച് ഫ്രീസ് ചെയ്തെടുത്താൽ മതിയേ. ഇവിടെ എനിക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റി ഫ്രണ്ട്സ്. ഫ്രിഡ്ജ് ഓഫ് ചെയ്തതിന് ശേഷമായിരുന്നു ഞാനിത് ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്നത്. മോൾ ഭാഗമൊക്കെ കണ്ടിട്ട് നന്നായിട്ട് സെറ്റായെന്ന് വിചാരിച്ച് ഞാൻ അടപ്പൊക്കെ തുറന്നത് കമത്തിയിട്ട് ഞാനും ഈ വീഡിയോടൊപ്പം തന്നെയാണ് ഇത് തുറക്കുന്നത്. വലിയ സർപ്രൈസായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ഇതായിരുന്നു എൻ്റെ പുഡിങ്ങിൻ്റെ അവസ്ഥ. കണ്ടിട്ട് ഞാൻ എൻ്റെ കിളി പറന്നുപോയി. പിന്നെ ഫ്രിഡ്ജ് ഓണാക്കി ഞാനൊരു 3 മണിക്കൂർ വീണ്ടും വെച്ച് തണുപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊന്ന് പണി പാളിയെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ ഞാനിത് മുറിച്ച് കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്ര എളുപ്പമാണ്. ഇപ്പം മാമ്പഴമൊക്കെ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈമാണ്, അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.